തുമ്പി തുടങ്ങണ ഓണം പല നാട്ടിലും പല രീതിയിലാണല്ലേ. ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ ഓണമാണ് കേട്ടോ. ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ ഓണത്തിൻ്റെ തലേന്നേ തുടങ്ങും കേട്ടോ. ഇത് ഓണത്തപ്പിന് മാല കെട്ടണതാണ് കേട്ടോ. ഇത് പറഞ്ഞ മാല കെട്ടണമെന്ന് എനിക്കറിയാൻ പാടില്ല, എൻ്റെ കെട്ടിയെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കെട്ടി കൂട്ടി വെച്ചേക്കണേണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇതെന്തോ പന്തം പോലെ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാക്കണേണ് കേട്ടോ. അങ്ങനത്തെ സംഭവം ഉണ്ട്. പിന്നെ അമ്പും വില്ലും അങ്ങനെയൊക്കെയാണ് ഇവിടേക്ക് കേട്ടോ. ഓണത്തപ്പിൻ്റെ അടുത്ത് വെച്ച് പിന്നെ നമ്മൾ തുമ്പയും കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കി ഒക്കെയാണ് തലേദിവസത്തെ പരിപാടികൾ. ഇനി പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ കറിയുടെയും പരിപാടികളൊക്കെ തുടങ്ങും. ആദ്യം ഞാനൊരു ദോശയിൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാനാണ് കേട്ടോ രാവിലെ തന്നെ. അത് കഴിഞ്ഞ് ഒരു അവിയലാകുമ്പോൾ എല്ലാ പച്ചക്കറിയും ഉണ്ടല്ലോ, അപ്പം നല്ല രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര പാടുള്ള പരിപാടി അവിയലുണ്ടാക്കലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ചെയ്യണ ഒരേ ഒരു കറി അവിയലാണ് കേട്ടോ. ഞാൻ ചെയ്താണ് എനിക്ക് മനസ്സിലായി കേട്ടോ. പെട്ടെന്ന് കറി ഉണ്ടാക്കണം. അതുകൊണ്ടിന് എണീറ്റ് കഴിഞ്ഞ് പിന്നെ അവിയൽ അവൻ സാമ്പാറാക്കി തരും. അതിന് മുന്നേ പരിപാടി തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. സാമ്പാർ, തോരൻ, ഇഞ്ചിക്കറി, പിന്നെ മറ്റേ മഞ്ഞ കളർ കറി ഉണ്ടല്ലോ, അതിൻ്റെ പേര് എന്താണ്, മറ്റേ മോര് കറി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓണം കാണിച്ചു തരാം കേട്ടോ. ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടേക്കൊക്കെ വേറെ രീതിയിലാണ്. വഴിയിലൊക്കെ തുമ്പ വിതറി അങ്ങനെയൊക്കെയാണ്. ഇവിടേക്ക് അങ്ങനെ ഇതായിട്ട് ചെയ്യലില്ല. ഇവിടെ വേറെ രീതി. അങ്ങനെ പല സ്ഥലത്ത് പല രീതിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കയ്യിലടിച്ച് ഒരു പരിപാടി ചെയ്യില്ലേ, അതാണ് ഇവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അത് ഇങ്ങനെ ഇല വിരിച്ച് ഞങ്ങൾ എല്ലാ കറികളും നിരത്തി പഴമൊക്കെ വെച്ച് ഇത് കൂട്ടിട്ട് ചോറിനുള്ള പരിപാടി വയ്ക്കും. ഞാൻ കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചു, അത്രേ ഉള്ളൂ. പായസം മേടിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഓണം കഴിഞ്ഞു.